ഫേഷ്യലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡ് ഫ്ലോ ഒക്കെ നന്നായിട്ട് കൂടണത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് കളർ കൂടുതൽ വരും. അതുപോലെ തന്നെ നമ്മൾ വേറെ വെളുക്കാനായിട്ടുള്ള ക്രീമോ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും നല്ല സുന്ദരികളൊക്കെ ആയിട്ടും ഇരിക്കാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന വീഡിയോ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഫേസ് മസാജ് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് 3ാമത്തേതും ലാസ്റ്റ് പാർട്ടുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 പാർട്ടിൽ പഠിച്ചത് ജനറൽ സ്ട്രോക്ക് പഠിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സിസേഴ്സ് മസാജ് പഠിച്ചു. പിന്നെ നമ്മൾ കവിള് മസാജ് ചെയ്യാനായിട്ട് പഠിച്ചു. അതിനുശേഷം ലിപ്സ് മസാജ് ചെയ്യാനായിട്ട് പഠിച്ചു. പിന്നെ നമ്മൾ നോസിന്റെ സൈഡ് അവിടെയൊക്കെ മസാജ് ചെയ്യാനായിട്ട് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഐസ് മസാജ് ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം ഐബ്രോസും മസാജ് ചെയ്യുന്നത് പഠിച്ചായിരുന്നു. അപ്പൊ ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മസാജിങ് നമ്മുടെ ഫോർ ഹെഡും അതുപോലെ തന്നെ ഈ പാർട്ടും അതുപോലെ നെക്കും നമ്മുടെ ഈ എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന പാർട്ടും അതുപോലെ ബാക്കുമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് താമസിക്കാതെ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്തത് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോർഹെഡ് ആണ്. ഫോർഹെഡ് ഫസ്റ്റ് പറയുന്നത് അപ്ലിഫ്റ്റിംഗ് ദ ഫോർഹെഡ് വിത്ത് 4 ഫിംഗർ. അപ്പൊ നമ്മുടെ ഈ 4 ഫിംഗർ വെച്ചിട്ട് നമ്മുടെ ഈ ഫോർഹെഡിനെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുവാണ്. അപ്പൊ അതായത് നമ്മൾ ഇങ്ങനെ പൊക്കത്തിലേക്ക് ഇങ്ങനെ ഈ 4 വിരൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ 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 മസാജ് ചെയ്ത് കൊടുക്കണം അപ്പിലേക്ക് ഇങ്ങനെ. അതിനുശേഷം ടാപ്പ് സെന്റർ ടു സൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഈ നെറ്റിയുടെ മധ്യഭാഗത്ത് നിന്ന് ഈ സൈഡിലേക്ക് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഇങ്ങനെ 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 നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഈ കൂടെ ചെയ്യാവുന്നത് നെറ്റ് ഫുള്ള് നമുക്ക് ഇങ്ങനെ S8 എന്നുള്ള രീതിക്ക് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ചുണ്ടിന്റെ സൈഡിലും അതുപോലെ തന്നെ നോസിന്റെ സൈഡിലും ഒക്കെ നമ്മൾ S&8 എഴുതാൻ പഠിച്ചില്ലായിരുന്നോ? ആ സെയിം രീതി നമുക്ക് നെറ്റിക്കും ഉപയോഗിക്കാം. ഇങ്ങനെ S8 എന്നുള്ള രീതിക്ക്, ഒന്നെങ്കിൽ S അല്ലെങ്കിൽ 8 എന്നുള്ള രീതിക്ക് നമുക്ക് ഇങ്ങനെ നെറ്റ് ഫുള്ള് ഇങ്ങനെ 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 S8 എഴുതി ചെയ്യാം. പിന്നെ നമുക്ക് നെറ്റ് അയൺ ഔട്ട് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം ഇതുപോലെ. അപ്പോൾ ഈ 4 രീതികളാണ് ഇപ്പൊ നമുക്ക് നെറ്റിയിലേക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് അപ്ലിഫ്റ്റിങ്, പിന്നെ ടാപ്പിംഗ് സെന്റർ ടു സൈഡ്, പിന്നെ S&8, പിന്നെ അയൺ ഔട്ട്. നമുക്കിങ്ങനെ സൈഡിലേക്ക് നമുക്കിങ്ങനെ അയൺ ഔട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കൈ കൊണ്ട് നമ്മൾ നമ്മുടെ നെക്ക് ഇങ്ങനെ പൊക്കത്തിലേക്ക് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുവാണ് അപ്വേർഡ് ഡയറക്ഷനിൽ. അതായത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കി പിടിച്ചതിന് ശേഷം ഈ കൈ കൊണ്ട് ഇങ്ങനെ 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 ചെയ്യും. അതിനുശേഷം ഈ കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ 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 ഫുള്ള് ഈ സൈഡ് മുതൽ ഈ സൈഡ് വരെ, അതുപോലെ ഈ സൈഡ് മുതൽ ഈ സൈഡ് വരെ നമ്മളിങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ അങ്ങ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് താഴെ ഇങ്ങനെ പൊക്കി അങ്ങ് പിടിച്ചിട്ട് നമ്മൾ ശരിക്കും ഇങ്ങനെ അങ്ങ് തട്ടിക്കൊടുത്താൽ മതി ശരിക്കും. അപ്പോൾ നമ്മൾ 2 കൈ കൊണ്ട് തട്ടി കൊടുക്കണം. എന്നാലാ നമുക്ക് കറക്റ്റായിട്ട് ഈ ഇവിടെ വരെ കറക്റ്റായിട്ട് ഇവിടെ വരെ എത്തുള്ളൂ. നമ്മൾ ഈ കൈ കൊണ്ട് നമ്മൾ ഇവിടെ വരെ ഇങ്ങനെ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടാതെ വരെ സമയം ഈ കൈ കൊണ്ട് ഇവിടെ വരെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തട്ടി പോകുമ്പോൾ ഇങ്ങനെ 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 2 കൈ കൊണ്ടും ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് പിഞ്ചിങ് ദ ചീക്ക് ബോൺ ആൻഡ് ടാപ്പിംഗ് ദ ചീക്ക് ബോൺ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ നമ്മൾ എവിടെയായിരുന്നു പിഞ്ച് ചെയ്തത്? നമ്മുടെ കവിള് ഫുള്ള് ഇങ്ങനെ നമ്മൾ പിഞ്ച് ചെയ്തായിരുന്നു അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ബോണില്ലേ, ഇത് നമുക്ക് ഇങ്ങനെ 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 പിഞ്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 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 ശരിക്കും ഇങ്ങനെ 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 പിഞ്ച് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഇവിടുത്തെ ഈ ഡബിൾ ചിന്ന് മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ഇതിങ്ങനെ ലൂസായി വരും അല്ലെ? നമ്മൾ പ്രായമായി വരണ സമയത്ത് നമ്മുടെ ഇവിടെ ലൂസായിട്ട് വരും. അപ്പൊ അത് ലൂസ് ആവാതെ നമ്മുടെ സ്കിന്നും ഇവിടുത്തെ മസിൽസും ഒക്കെ ടൈറ്റൻ ആവാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ 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 പിഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇങ്ങനെ.
അതിനുശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ അയൺ ഔട്ട് ചെയ്ത് കൊടുക്കുക. അത് കണ്ട നമ്മൾ നേരത്തെ സിസേഴ്സ് മസാജ് നമ്മൾ ഇങ്ങനെ ചെയ്തായിരുന്നല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ അയൺ ഔട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടോ, അതായത് നമ്മുടെ ഈ തമ്പ് നെയിൽ ഇങ്ങനെ അടിയിൽ വരണം, ബാക്കി ഈ വിരലിന്റെ ഈ ഭാഗം നമ്മുടെ പൊക്കത്തിലും വരണം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ശരിക്കും നമ്മൾ അങ്ങ് അയൺ ഔട്ട് ചെയ്ത് കൊടുക്കണം. സെന്റർ ടു സൈഡ് നമ്മളിങ്ങനെ ശരിക്കും മസാജ് ചെയ്ത് കൊടുക്കണം. അതും നമ്മുടെ ഇവിടെയൊക്കെ ടൈറ്റ് ആവാനും അതുപോലെ നമ്മുടെ ഈ ഡബിൾ ചിന്നൊക്കെ മാറാനായിട്ടും അത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ 2 പാർട്ടും കൂടിയാണ് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ 2 പാർട്ടും കൂടെ ഒന്നിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റേ നമ്മളിങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് അപ്പിലേക്ക് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേ ഇങ്ങനെ 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 അല്ലായിരുന്നോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ നമ്മുടെ ഈ നെക്ക് ഫുള്ള് നമുക്ക് ആ സമയത്ത് നമുക്ക് മസാജ് കിട്ടുന്നുണ്ട്. ഇപ്പൊ അടുത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ടത് ക്രിസ് ക്രോസ് അപ്വേർഡ് സ്ട്രോക്ക് വിത്ത് 4 ഫിംഗർ എന്നാണ് പറയണത്. ക്രിസ് ക്രോസ് ചെയ്യുക. നമ്മൾ ഇതിനു മുന്നേ എവിടെയാണ് ക്രിസ് ക്രോസ് ചെയ്തത്? ക്രിസ് ക്രോസ് നമ്മൾ പിരികത്തേലായിരുന്നു ചെയ്തത്, ഇങ്ങനെ അല്ലെ. അപ്പൊ ആ സെയിം നമ്മൾ 4 ഫിംഗർ വെച്ചിട്ട് നമ്മുടെ നെക്കിനും ക്രിസ് ക്രോസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മള് പാർലറിൽ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ, നമ്മുടെ ഫിംഗർ ഫുള്ളായിട്ട് ഇവിടെ പതിയാതെ വരും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് നെക്ക് ഇങ്ങനെ പൊക്കത്തിലേക്ക് പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ക്രിസ് ക്രോസ് ഉണ്ടാ, ഇവിടെ തൊട്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ക്രിസ് ക്രോസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതാണ് ക്രിസ് ക്രോസ് അപ്വേർഡ് സ്ട്രോക്ക് വിത്ത് 4 ഫിംഗർ. ഇങ്ങനെ. ഇനി ഇപ്പൊ അടുത്തത് നമുക്ക് താഴത്തേക്കുള്ള മസാജാണ്. അതായത് നമ്മുടെ എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന ഈ ഭാഗം, ഈ ചെസ്റ്റിന്റെ ഈ ഭാഗമാണ് അടുത്തത് നമ്മൾ മസാജ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന മസാജിന്റെ പേര് ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്നാണ് പറയണത്. അപ്പൊ നമ്മൾ ഒരു ബട്ടർഫ്ലൈ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ആയിരിക്കും പറന്നു പോകണം അല്ലെ. അപ്പൊ അതുപോലെയാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ പാർലറിൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടം തുടങ്ങി കഴുത്ത് തുടങ്ങി നമ്മൾ ഇങ്ങനെ ശരിക്കും ഇവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ പാടായതുകൊണ്ട് നമുക്കിതേ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ ഫുള്ള്. അപ്പൊ നമ്മള് മസാജൊക്കെ ചെയ്യണ സമയത്ത്, ഇവിടെയൊക്കെ പ്രത്യേകിച്ച് മസാജ് ചെയ്യണ സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ കുളിക്കാൻ പോയി നിൽക്കുന്ന സമയത്ത് ചെയ്യുമായിരിക്കും നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമയം എന്ന് പറയുന്നത്. കാരണം അത് നമ്മൾ അല്ലാത്ത സമയത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെക്ക് വൈഡ് ആയിട്ടുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ ഷിമ്മിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഷോൾഡർ വരെ ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക ഇങ്ങനെ. അതുപോലെ തന്നെ ഇവിടുന്നും ഇങ്ങനെ ഫുള്ള് നമ്മളിങ്ങനെ ഷോൾഡർ ഇങ്ങനെ ഫുള്ള് കയറ്റി ഇങ്ങനെ ചെയ്യണം. നമ്മൾ പാർലറിൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫുള്ള് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് ചെയ്യും. ഇങ്ങനെ ആക്കിയിട്ട് ഫുള്ള് നമ്മൾ ആ ഷോൾഡറിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുക. ഇങ്ങനെ ഫുള്ള് അതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബാക്കിലും മസാജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ബാക്കിൽ മസാജ് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര പാടായിരിക്കും. എങ്കിലും നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതാ ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്യാൻ പറ്റും. ഈ കൈ കൊണ്ട് ഇവിടെ വരെ, അതുപോലെ തന്നെ ഈ കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുക. സോ ഇപ്പൊ നമ്മൾ പാർലറിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ നല്ലതായിട്ട് പുറത്ത് ചെയ്ത് കൊടുക്കും. ഫേഷ്യലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡ് ഫ്ലോ ഒക്കെ നന്നായിട്ട് കൂടണത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് കളർ കൂടുതൽ വരും. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാരിയൊക്കെയോ അല്ലെങ്കിൽ ഇറക്കമുള്ള നെക്ക് ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള നെക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കളറ് പിന്നെ ബാക്കിൽ ഒരു കളർ വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ നമ്മുടെ മുഖത്ത് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബാക്കിലേക്കും ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കിൽ മസാജ് ചെയ്യണ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ചെവിയും കൂടെ മസാജ് ചെയ്ത് കൊടുക്കണം. ചെവി മസാജ് ചെയ്യുമ്പോൾ ഇതാ ചെവിക്ക് അകത്തുകൂടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. ചെവിക്ക് അകത്തുകൂടെ, ചെവിയുടെ പുറകൂടെ, അതുപോലെ ചെവിയുടെ ഈ പുറകു വശം ഇവിടവും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. കാരണം ഇവിടെയൊക്കെ നമ്മുടെ കാണും, നമ്മൾ മുടിയൊക്കെ പൊക്കി കെട്ടുമ്പോൾ നമ്മളിങ്ങനെ ബാക്കിൽ കൂടെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണണം. പിന്നെ ചിലർക്ക് ഇമിറ്റേഷൻ കമ്മലുകളൊക്കെ ഇടുന്നവർക്ക് ചെവിയുടെ പുറകിലൊക്കെ കറുപ്പ് കളറും ഒക്കെ പിടിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ കമ്മലൊക്കെ ഇട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കമ്മലൊക്കെ ഊരി വെച്ചിട്ട് നല്ലതായിട്ട് ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഡിസ്കളറേഷൻ ഒക്കെ മാറിയിട്ട് ഭംഗിയായിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും.
അപ്പോൾ ഇതോടെ നമ്മുടെ ഫേഷ്യൽ മസാജിങ് രീതികൾ എല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്യണ സമയത്ത് നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ടുള്ള മസാജ് കഴിഞ്ഞു കഴിയുമ്പോഴും ജനറൽ സ്ട്രോക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ ചെയ്തത് ജനറൽ സ്ട്രോക്ക് ചെയ്തു, അതിനുശേഷം നമ്മൾ സിസേഴ്സ് മസാജ് ഇങ്ങനെ ചെയ്തു, സിസേഴ്സ് മസാജും ചെയ്ത് ചീക്ക് മസാജും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ ജനറൽ സ്ട്രോക്ക് ചെയ്യും. അതിനുശേഷം ലിപ് മസാജ് ചെയ്തതിന് ശേഷം അഗെയിൻ നമ്മൾ ഒന്നും കൂടെ ജനറൽ സ്ട്രോക്ക് ചെയ്യും. അതിനുശേഷം നോസ് മസാജ് കഴിഞ്ഞ് ജനറൽ സ്ട്രോക്ക് ചെയ്യും, ഐസ് കഴിഞ്ഞ് ജനറൽ സ്ട്രോക്ക് ചെയ്യും, ഫോർഹെഡ് കഴിഞ്ഞ് ജനറൽ സ്ട്രോക്ക് ചെയ്യും. അതിനുശേഷം ഇവിടുത്തെ മസാജിങ്ങും നെക്ക് മസാജിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജനറൽ സ്ട്രോക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അവസാനം ചെയ്യണ ഒരു മസാജ് ഉണ്ട്. നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ ചുറ്റിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് നമ്മുടെ മസാജിങ് അവസാനിക്കുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ടെമ്പിൾ പോയിന്റിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിർത്തും. ഇങ്ങനെ ഇതാണ് നമ്മുടെ എല്ലാ ജനറൽ സ്ട്രോക്കുകൾ, എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞ് ജനറൽ സ്ട്രോക്കും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു മസാജ് ചെയ്താണ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഫേഷ്യൽ സ്റ്റെപ്പ് മസാജിങ് അവസാനിപ്പിക്കണത്. അപ്പോൾ ഇതായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി അറിയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ഒരു ലൈക്കൊക്കെ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.